ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റുമുറാണ്. ദേശീയപാത 66 വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ ചാവക്കാട് ബൈപ്പാസ് കണ്ടു കഴിഞ്ഞു. അതിൽ തന്നെ നമ്മൾ പറഞ്ഞു ഗുരുവായൂർ ഭാഗത്തേക്ക് പോകേണ്ടത് എങ്ങനെയാണ്, എക്സിറ്റ് എടുക്കേണ്ടത് എങ്ങനെയാണ്, എൻട്രി എടുക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അത് വളരെയധികം ഉപകാരപ്പെടുന്നുണ്ട്. പല ആളുകളും എന്നെ നേരിട്ട് വിളിച്ച് തന്നെ പറയുന്നുണ്ട്. കാരണം ഞങ്ങൾ പലപ്പോഴും ആലോചിച്ചിരുന്ന ഒരു കാര്യമാണ്, എങ്ങനെയാണ് നമ്മൾ കോഴിക്കോട് ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ എറണാകുളം ഭാഗത്തു നിന്ന് വരുന്ന ആളുകളൊക്കെ ചാവക്കാട് ബൈപ്പാസ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ എങ്ങനെയാണ് എക്സിറ്റ് എടുത്തിട്ട് നേരെ ഗുരുവായൂർ ഭാഗത്തേക്ക് പോകുക എന്നുള്ളത്. എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് ആ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്നറിഞ്ഞതിൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വാടാനപ്പള്ളി ബൈപ്പാസ്, തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും നീളം കൂടിയ ബൈപ്പാസാണിത്. 6.18 കിലോമീറ്ററാണ് ഈ ബൈപ്പാസ് വരുന്നത്. ബൈപ്പാസിന്റെ പണികളെല്ലാം ഏകദേശം 90% പൂർത്തീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇനിയും പല മാറ്റങ്ങളും നമ്മൾ വാടാനപ്പള്ളി ബൈപ്പാസിൽ വരാനുണ്ട്. കൊടുങ്ങല്ലൂർ ഭാഗത്തു നിന്ന് വരുന്ന സമയത്ത് വാടാനപ്പള്ളി ബൈപ്പാസ് തുടങ്ങുന്നത് തളിക്കുളം ടൗണിൽ നിന്ന് തുടങ്ങിയിട്ട് പിന്നീട് ഇത് അവസാനിക്കുന്നത് കിയ ഷോറൂം ഉണ്ട് ഏഴാങ്കല്ല് ഭാഗത്ത്, അവിടെ വന്നിട്ടാണ് അവസാനിക്കുന്നത്. ഏകദേശം 3 മാസങ്ങൾക്ക് മുമ്പാണ് നമ്മൾ ഈ ഭാഗത്ത് വന്നത് കേട്ടോ. അപ്പോൾ തളിക്കുളം ഭാഗത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അണ്ടർപാസ് വന്നിരിക്കുന്നു. സ്നേഹതീരം റോഡ് ഉണ്ട്, അവിടെ അണ്ടർപാസ് വന്നിരിക്കുന്നത്. അണ്ടർപാസിന്റെ പണികളെല്ലാം പൂർണ്ണമായി കഴിഞ്ഞിട്ട് അപ്രോച്ച് റോഡിന്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോൾ അവിടെ ക്രാഷ് ബാരന്റെയും അതുപോലെ തന്നെ ഡിവൈഡറിന്റെയും പെയിന്റിംഗ് വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തളിക്കുളം ജംഗ്ഷനിലുള്ള അണ്ടർപാസിന്റെ അപ്രോച്ച് റോഡിന്റെ ലൈൻ മാർക്കിംഗ് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു. തളിക്കുളം ടൗണിൽ നിന്ന് ഈ റോഡ് പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് കടന്നു പോകുന്നത്. തളിക്കുളം സ്കൂളിന്റെ മുൻപിലായിട്ട് ഒരു അണ്ടർപാസുമുണ്ട്. ഏകദേശം 3 മാസങ്ങൾക്ക് മുൻപാണ് നമ്മൾ ഈ ഭാഗത്ത് വന്ന്, അന്ന് ഇത്ര വർക്ക് നടന്നിരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ 2 FOB കാൽനട മേൽപ്പാലം വാടാനപ്പള്ളി ബൈപ്പാസിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ 2 പുതിയ അണ്ടർപാസുകൾ ഇവർ നേടിയെടുത്തിട്ടുണ്ട്. ഇതിന് മുൻപത്തെ അലൈൻമെന്റിൽ 2 അണ്ടർപാസ് ഉണ്ടായിരുന്നില്ല. എന്തായാലും പണികളെല്ലാം പൂർത്തീകരിച്ചിട്ടുമുണ്ട്. അപ്പോൾ തളിക്കുളം ജംഗ്ഷനിൽ വന്ന അണ്ടർപാസ്, സ്നേഹതീരം റോഡിന് കുറുകെയാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നോക്കിയാൽ നിങ്ങൾ ഫുള്ളായിട്ട് വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ക്രാഷ് ബാരന്റെയും ഡിവൈഡറിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. 2 ഭാഗത്തുമുള്ള സർവീസ് റോഡ് പൂർണ്ണമായിട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഡ്രൈനേജിന്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു. ഇനി സർവീസ് റോഡിന്റെയും അതുപോലെ തന്നെ ഈ ഭാഗത്തുമുള്ള ലൈൻ മാർക്കിംഗ് കഴിയാനുള്ളത്. അപ്പോൾ ഇതാണ് തളിക്കുളം സ്കൂളിന്റെ മുൻഭാഗത്ത് വന്ന അണ്ടർപാസ് ഇട്ട്. അപ്രോച്ച് റോഡിന്റെ പണി പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു. ഇവിടുന്ന് ഇടത് ഭാഗത്തുള്ള റോഡാണ് പഴയ റോഡ് ഇട്ട്. അത് നേരെ പോയി കഴിഞ്ഞാൽ വാടാനപ്പള്ളി ടൗൺ ആണ്. ആദ്യമൊക്കെ വാടാനപ്പള്ളി പഴയ റോഡുകളിൽ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പോൾ റോഡുകളെല്ലാം നല്ല രീതിയിൽ തന്നെ ടാറിങ് ചെയ്തിട്ടുണ്ട് കുറേ ഭാഗങ്ങളൊക്കെ കേട്ടോ. പിന്നെ ഇതിന്റെ അപ്രോച്ച് റോഡ് വന്ന് അവസാനിക്കുന്ന സ്ഥലത്താണ് ടിപ്പു സുൽത്താൻ റോഡ് ക്രോസ് ചെയ്യുന്നത്. അതിന് കുറുകെയാണ് ഈ റോഡ് കടന്നു പോകുന്നത്. അപ്പം അവിടെ ഈ ടിപ്പു സുൽത്താൻ റോഡിൽ കൂടെ വരുന്ന ആളുകളെ 2 ഭാഗത്തേക്കും കടന്നു പോകണം എന്നുണ്ടെങ്കിൽ നേരെ നമ്മളെ തളിക്കുളം സ്കൂളിന്റെ മുൻഭാഗത്തുള്ള അണ്ടർപാസിന്റെ അവിടെ വന്നിട്ട് മാത്രമേ വാടാനപ്പള്ളി ടൗണിലേക്ക് പോകാൻ സാധിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് FOB കാൽനട മേൽപ്പാലം. സത്യം പറഞ്ഞാൽ ഈ കാര്യം കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ ആളുകളുടെ കാര്യമായിട്ടാണ്. കാരണം പല സ്ഥലത്തും FOBകൾ വേണമെന്ന് പറഞ്ഞിട്ട് അവർക്ക് ഇന്ന് തരും നാളെ തരും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതുവരെയായിട്ടും പല സ്ഥലത്തും അതിൻ്റെ പണികൾ ആരംഭിച്ചിട്ടില്ല. ഇവിടെയൊക്കെ ഈ ബൈപ്പാസിൻ്റെ പണികൾ നടക്കുമ്പോൾ തന്നെ അതിനോടൊപ്പം FOBന്റെ പണികളും പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു ആശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിലെ എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ആകെ ഒരു സ്ഥലത്ത് മാത്രമേ പണികൾ കഴിയാനുള്ളൂ, കൂരിയാട് പാടം. അത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് വർക്ക് കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. പിന്നെ അവിടെ ടോളും ഓപ്പൺ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് അതിൻ്റെ അപ്രോച്ചോടെ അവസാനിക്കുന്നത്. പിന്നെ ഇവിടെ നിന്നാണ് 2 അണ്ടർപാസുകൾ പുതിയതായിട്ട് കിട്ടിയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത് ഈ ഭാഗത്താണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 2 ഭാഗത്തും സർവീസ് റോഡിന്റെ പണികൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല. മിക്കവാറും ഈ അടുത്ത് തന്നെ പല മാറ്റങ്ങളും നമ്മുടെ വാടാനപ്പള്ളി ബൈപ്പാസിൽ വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് അണ്ടർപാസ് വന്നിരിക്കുന്നത് പുലാമ്പുഴക്കടവിലാണ് കേട്ടോ. ഈ പുലാമ്പുഴക്കടവ് കഴിഞ്ഞിട്ട് പിന്നീട് വേറൊരു അണ്ടർപാസ് വന്നിരിക്കുന്നത് പുളിയന്തുരുത്ത് എന്ന സ്ഥലമുണ്ട്, അവിടെയാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ സൈൻ ബോർഡുകൾ സ്ഥാപിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ കണ്ട 2 ഭാഗത്തും W സ്റ്റീൽ ക്രാഷ് ബാരറാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ മിക്കവാറും ടർഫിംഗ് ഓഫ് റോഡ് എന്നുള്ള സംവിധാനം ഉണ്ട്. സൈഡിൽ ഇങ്ങനെ ചെരിച്ചു കൊടുക്കുന്ന പരിപാടി അങ്ങനെയായിരിക്കും ചെയ്യുക. സർവീസ് റോഡ് വന്നു കഴിഞ്ഞാൽ അത് ഉണ്ടാവുകയില്ല കേട്ടോ. അപ്പോൾ ഈ ഭാഗത്തുള്ളൊരു മെയിൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പുതിയ 2 അണ്ടർപാസ് തമ്മിൽ കണക്ട് ചെയ്യുന്ന സർവീസ് റോഡ് ഈ ഭാഗത്തില്ല. ഇനി കൊടുങ്ങല്ലൂർ ഭാഗത്ത് നിന്ന് വരുന്നവരൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോ, വാടാനപ്പള്ളി ടൗണിലേക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഒരു ഫ്ലൈ ഓവർ വരുന്നുണ്ട്. ആ ഫ്ലൈ ഓവറിന് അവിടെ നിന്ന് എക്സിറ്റ് എടുത്താൽ വാടാനപ്പള്ളി ടൗണിലേക്ക് പോകാം. പിന്നെ അതുപോലെ തന്നെ തൃശ്ശൂർക്ക് പോകുന്ന ആളുകൾക്കും ഇവിടെ ഇറങ്ങാൻ പറ്റും കേട്ടോ. അവിടുന്ന് പിന്നെ ലെഫ്റ്റ് എടുത്ത് ഇറങ്ങിയിട്ട് ഫ്ലൈ ഓവറിന്റെ അടിഭാഗത്ത് നിന്ന് റൈറ്റ് എടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകാൻ സാധിക്കുന്നതാണ്. ഫ്ലൈ ഓവറിന് അവിടെ ഇറങ്ങി കഴിഞ്ഞിട്ട് ലെഫ്റ്റ് എടുത്ത് പോയി കഴിഞ്ഞാലാണ് വാടാനപ്പള്ളി ടൗണ്. എന്നാലും വളരെയധികം വേഗതയിലാണ് ഈ ഭാഗത്തെ വർക്ക് കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് റൈറ്റ് സൈഡിലായിട്ട് പെട്രോൾ പമ്പുകളൊക്കെ ഇനി വരുന്നുണ്ട്. ഇനിയാണ് അടുത്ത ഫ്ലൈ ഓവർ. ഈ ഫ്ലൈ ഓവർ ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ വാടാനപ്പള്ളി ടൗണിൽ നിന്നും തൃശ്ശൂർക്ക് പോകുന്ന റോഡ്, എന്ന് വെച്ചാൽ ധന്യബാർ ആ ഭാഗത്തേക്കൊക്കെ പോകുന്ന റോഡുണ്ട്. അതിന് കുറുകെയാണ് ഫ്ലൈ ഓവർ വന്നത്. ഫ്ലൈ ഓവറിന്റെ അപ്രോച്ച് റോഡിന്റെ പണികൾ ഇനി കുറച്ചുകൂടി ബാക്കിയുണ്ട്. ബാക്കി എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ 3 ട്രക്ക് ലേബേന്റെ വർക്കുകളാണ് നടന്നിരിക്കുന്നത്. ഒന്ന് നമ്മൾ കൊടുങ്ങല്ലൂർ ഭാഗത്ത് നിന്ന് വരുന്ന സമയത്ത് എടമുട്ടം കഴിഞ്ഞ ഉടനെ ഇടത് ഭാഗത്തൊരു ട്രക്ക് ലേബേ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നീട് അടുത്ത ട്രക്ക് ലേബേ വന്നിരിക്കുന്നത് നമ്മൾ ഈ വാടാനപ്പള്ളി ബൈപ്പാസിലാണ്.
പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോ ചാവക്കാട് വീഡിയോയിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു ട്രക്ക് ലേബേ വന്നിരിക്കുന്നത് മൂന്നാംകല്ല് ഭാഗത്താണ്. അപ്പോൾ ഈ ഫ്ലൈ ഓവറിന്റെ രണ്ട് ഭാഗത്തുള്ള അപ്രോച്ച് റോഡിന്റെ പണികളാണ് ഇനി കംപ്ലീറ്റ് ആക്കാനുള്ളത്. ഒരു ഭാഗത്ത് വർക്കുകൾ ഏകദേശം അവസാന ഘട്ടത്തിലാണ്, മറുഭാഗത്ത് ഇനി മണ്ണിട്ട് ഉയർത്താനായിട്ട് കേട്ടോ. അപ്പോൾ ഈ റോഡ് ക്രോസ് ആയിട്ട് കടന്നു പോകുന്നത് ഇടതുഭാഗത്ത് പോയി കഴിഞ്ഞാൽ വാടനപ്പള്ളിയും വലതുഭാഗത്ത് പോയി കഴിഞ്ഞാൽ തൃശ്ശൂർ ഭാഗം കേട്ടോ. നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ പൊന്നാനി ഭാഗത്തേക്ക് എത്താൻ സാധിക്കുന്നതാണ്. ഈ വാടനപ്പള്ളി ബൈപ്പാസിന്റെ ആദ്യകാല പ്രവർത്തനങ്ങൾ ഞാൻ സാധാരണ എല്ലാ വീഡിയോയിലും കാണുന്ന മാതിരി എൻ്റെ യൂട്യൂബ് ചാനലുണ്ട്, ഫേസ്ബുക്ക് പേജുണ്ട് കേട്ടോ. അപ്പോൾ യൂട്യൂബ് ചാനലിൽ പോയിട്ട് പ്ലേലിസ്റ്റിൽ വാടനപ്പള്ളി ബൈപ്പാസ് ഉണ്ട്, നിങ്ങളൊന്ന് കണ്ടുപോകും. കാരണം ഈ വാടനപ്പള്ളി ബൈപ്പാസ് ഏറ്റവും കൂടുതൽ കടന്നു പോയിരിക്കുന്നത് തെങ്ങുംതോപ്പുകളുടെ ഇടയിൽ കൂടെയാണ്. പിന്നെ ഇവിടെ രണ്ട് ഭാഗത്തും സർവീസ് റോഡ് ഇല്ല, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചത്. സർവീസ് റോഡിന്റെ പണികളൊന്നും ഇവിടെ ആരംഭിച്ചിട്ടില്ല. ഇവിടെയൊക്കെ മിക്കവാറും ടർഫിംഗ് ഓഫ് റോഡ് എന്നൊരു സംവിധാനം ഉണ്ട്. നമ്മളെ വളാഞ്ചേരി ബൈപ്പാസിലൊക്കെ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ കോട്ടക്കൽ ബൈപ്പാസിൽ ചില ഭാഗങ്ങളിലൊക്കെ ചെയ്തിട്ടുണ്ട്. അതേമാതിരി ഈ റോഡിന്റെ രണ്ട് ഭാഗത്തും കയർ ഭൂവസ്ത്രങ്ങളൊക്കെ വിരിച്ചിട്ട് പുല്ലൊക്കെ നട്ടുപിടിപ്പിക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ സർവീസ് റോഡ് വരികയാണെങ്കിൽ അതൊന്നും ഉണ്ടാവുകയില്ല. പക്ഷേ ഇവിടെ ഒന്നും അതിനോടനുബന്ധിച്ചുള്ള വർക്കുകൾ നടന്നിട്ടില്ല. ഇനിയാണ് ട്രക്ക് ലേബേ വന്നിരിക്കുന്നത്. അപ്പോൾ ചാവക്കാട് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് റെസ്റ്റ് ഏരിയ വന്നിരിക്കുന്ന സ്ഥലമാണ് ഈ ഭാഗം, ട്രക്ക് ലേബായി. അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ രണ്ട് ഭാഗത്തും സർവീസ് റോഡ് ഇല്ല. ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ 4 ട്രക്ക് ലേബായികൾ ഉള്ളത്. മെയിനായിട്ടുള്ള ട്രക്ക് ലേബേ വന്നിരിക്കുന്നത് കോഹിനൂർ ഭാഗത്താണ്, അവിടെ സർവീസ് റോഡ് ഉണ്ട്. പക്ഷേ നമ്മളെ കുറ്റിപ്പുറം പന്തേപാലം ഭാഗത്ത് ഒരു ട്രക്ക് ലേബായി വന്നിട്ടുണ്ട്, അവിടെ സർവീസ് റോഡിലില്ല. കുറ്റിപ്പുറം പന്തേപാലം മുതൽ അയ്യങ്കലം വരെ സർവീസ് റോഡ് രണ്ട് ഭാഗത്തുള്ള, അവിടെയാണ് ഇടത് ഭാഗത്തായിട്ട് തൃശ്ശൂർ ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾക്കുള്ള ട്രക്ക് ലേബ് വന്നിരിക്കുന്നത്. അവിടെ സർവീസ് റോഡ് ഇല്ലാട്ടോ. അതേമാതിരത്തെ ഒരു ഏരിയ തന്നെയാണ് ഈ ഭാഗം വന്നിരിക്കുന്നത്. എന്തായാലും ഇനി കുറച്ചുകൂടി കഴിയുമ്പോൾ മാത്രമേ നമുക്ക് ഈ ഭാഗത്തുള്ള മാറ്റങ്ങൾ ഇനി മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. കാരണം പല ഭാഗത്തും മാറ്റങ്ങൾ വരുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. അതെങ്ങനെയാണ് എന്തൊക്കെയാണ് വ്യക്തമായിട്ടൊരു ധാരണ കിട്ടിയിട്ടില്ല. ഇനി അടുത്ത് നടുവിൽക്കര അണ്ടർപാസ് ആണ്. നടുവിൽക്കര അണ്ടർപാസ് എത്തുന്നതിന് മുൻപായിട്ട് എക്സിറ്റ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നടുവിൽക്കര അണ്ടർപാസിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് 6 വരി പാതയിൽ കയറാൻ വേണ്ടിയിട്ട് ഒരു എൻട്രിയും ഉണ്ട്. പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് പൂർണ്ണമായിട്ട് ടാറിങ് കുറേ കാലം മുമ്പ് തന്നെ കഴിഞ്ഞ കേട്ടോ. പക്ഷെ പിന്നീട് അവർ ഇതിനോട് അനുബന്ധിച്ച നിർമ്മാണ സാധനങ്ങളൊക്കെ കൊണ്ടിട്ടിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാലും ഇപ്പോൾ അതൊക്കെ പൂർണ്ണമായി മാറ്റിയിട്ട് ലൈൻ മാർക്കിംഗ് കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ക്രാഷ് ബാരിയറും ഡിവൈഡറും പെയിന്റിംഗ് വർക്കും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് പിന്നീട് കുറച്ച് ഭാഗങ്ങൾ രണ്ട് സൈഡിലുമായിട്ട് സ്റ്റീൽ ക്രാഷ് ബാരിയറാണ് നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ ഇവിടുന്ന് ഇടത് ഭാഗത്ത് ഒരു സർവീസ് റോഡിന്റെ പണികൾ നടന്നിട്ടുണ്ട്. കാരണം അവിടെയൊക്കെ മണ്ണ് ലെവലാക്കി വന്നിട്ടുണ്ട്. കണ്ട് ഈ ഭാഗം നോക്കി നിങ്ങൾ ഇവിടെയൊക്കെ ഇങ്ങനെ മണ്ണ് ലെവലാക്കി വന്നിട്ടുണ്ട്. മിക്കവാറും സർവീസ് റോഡിനായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പം ടർഫിംഗ് ഓഫ് റോഡ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി സൈഡ് ഇങ്ങനെ ചെരിഞ്ഞ് കൊടുത്തിട്ട്, കാരണം മണ്ണിട്ട് ഉയർത്തിയ പ്രദേശമാണല്ലോ, അപ്പോൾ റോഡിൽ നിന്നുള്ള വെള്ളം താഴത്തേക്ക് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെരിവൊക്കെ കൊടുത്തിട്ട് കയർ ഭൂവസ്ത്രം വിരിച്ചിട്ട് പുല്ലുകളൊക്കെ നടാനാണോ എന്നറിയില്ല. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. സർവീസ് റോഡ് വന്നു കഴിഞ്ഞാൽ ഈ രണ്ട് ഭാഗത്തുള്ള ജനങ്ങൾക്ക് വളരെയധികം നന്നായിരിക്കും. കാരണം അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് ആ സർവീസ് റോഡ് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത FOB വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ 6 വരിപ്പാത ക്രോസ് ചെയ്തിട്ട് ടിപ്പു സുൽത്താൻ റോഡ് പോകുന്നുണ്ട്, അവിടെയാണ് FOB വന്നിരിക്കുന്നത്. FOBന്റെ പണികളൊക്കെ ഏകദേശം അവസാന ഘട്ടത്തിലാണ്. മുകൾ ഭാഗത്ത് ഇനി ഷീറ്റിന്റെ വർക്ക് മാത്രമേ ബാക്കിയുള്ളൂ. ഇതിലിപ്പം സങ്കടം വരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണികൾ കഴിഞ്ഞ എല്ലാ പ്രദേശത്തും ഏകദേശം FOBന്റെ വർക്കുകളൊക്കെ നടന്നിരിക്കുന്നു. പക്ഷേ പണികൾ കഴിഞ്ഞ മലപ്പുറം ജില്ലയിൽ ഇപ്പോഴും FOBന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് തുടരുകയാണ്. പൊന്നാനി ഭാഗത്തൊക്കെ ഈ FOB ഇല്ലാത്ത ബുദ്ധിമുട്ട് വളരെയധികം ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. കാരണം രണ്ട് ഭാഗത്തും ഒരു 6 വരി പാത ക്രോസ് ചെയ്തിട്ടൊക്കെയാണ് കടന്നു പോകുന്നത്. അത് ഏറ്റവും കൂടുതൽ അപകടം സൃഷ്ടിക്കുന്നതാണ്. ഈ പ്രദേശമൊക്കെ വെറും ചതുപ്പ് നിലങ്ങളായിരുന്നു കേട്ടോ. ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് വൈഡനിങ് കഴിഞ്ഞ് രണ്ട് ഭാഗത്തും സർവീസ് റോഡിന്റെ പണികളൊക്കെ ശേഷം അവസാന ഘട്ടത്തിലാണ്. അതുപോലെ തന്നെ ഇവിടുന്ന് പിന്നീട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ഈ റോഡ് പോകുന്നത്. രണ്ട് ഭാഗത്തുമുള്ള RE പാനലിന്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഏഴാങ്കല്ല് എന്ന് പറഞ്ഞ സ്ഥലം. ഏഴാങ്കല്ല് അണ്ടർപാസിന്റെ അപ്രോച്ച് റോഡിന്റെ പണികൾ ഒരു ഭാഗത്ത് മാത്രമാണ് ഇനി നടക്കാനുള്ളത്. അപ്പം തളിക്കുളം ടൗണിൽ നിന്ന് തുടങ്ങിയിട്ട് പിന്നീട് ഏഴാങ്കല്ല് ഭാഗത്താണ് നമ്മുടെ വാടാനപ്പള്ളി ബൈപ്പാസ് അവസാനിക്കുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടത് ഭാഗത്ത് പഴയ റോഡിന്റെ അവിടെ കിയോ ഷോറൂം ഉണ്ട്. ആ കിയോ ഷോറൂമിന്റെ നേരെ മുൻപിൽ വന്ന അണ്ടർപാസ് ആണ് ഇത് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെ വർക്കുകൾ വേഗതയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പോലെ തന്നെ നമ്മുടെ RE പാനലൊക്കെ ജിയോ സ്ട്രാപ്പ് വെച്ച് ടൈറ്റ് ആക്കുന്നുണ്ട്. എന്തായാലും നല്ല ക്ലിയർ ആയിട്ട് തന്നെ ഇപ്പോൾ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡ്രെഡ്ജ് ചെയ്ത മണ്ണാണ് പല സ്ഥലത്തും ഈ ഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ മുകളിൽ ചെമ്മണ്ണ് ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ RE പാനൽ കണ്ട് നിങ്ങൾ, ഇതാണ് ജിയോ സ്ട്രാപ്പ്. ഈ ജിയോ സ്ട്രാപ്പ് വെച്ച് ടൈറ്റ് ആക്കിയിട്ടാണ് RE പാനൽ ഫിറ്റ് ചെയ്യുന്നത്. ഇതിന്റെ മുകൾ ഭാഗത്ത് മണ്ണിട്ട് കമ്പാക്ട് ചെയ്യും. എന്നുവെച്ചാൽ മണ്ണ് ഉറപ്പിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത RE പാനൽ ഫിറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് വീണ്ടും അത് ജിയോ സ്ട്രാപ്പ് വെച്ച് ടൈറ്റ് ചെയ്തിട്ടാണ് മണ്ണിട്ട് ഇങ്ങനെ ഓരോ ലെയറായിട്ട് പൊന്തിച്ചു കൊണ്ടുവരിക. അതിന്റെ കൂടെ തന്നെ മണ്ണ് തള്ളിപ്പോരാതിരിക്കാൻ വേണ്ടി ജിയോ കോമ്പോസിറ്റ് ഷീറ്റ് ഉണ്ട്, അതും ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് ഏഴാങ്കല്ല് അണ്ടർപാസ്. അണ്ടർപാസിന്റെ പണി പൂർണ്ണമായി കഴിഞ്ഞിട്ട് മറുഭാഗത്ത് വർക്കുകൾ ഏകദേശം അവസാന ഘട്ടത്തിലെട്ടോ. ടാറിങ്ങിന് മുന്നോടിയായിട്ടുള്ള വിറ്റമിൻ സ്പ്രേ ചെയ്തിരിക്കുകയാണ്. എന്തായാലും വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്രോച്ച് റോഡിന്റെ അവിടെ വർക്കുകൾ, ഈ അപ്രോച്ച് റോഡ് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തൊക്കെ 6 വരിപ്പാതയുടെ വീതിയിലെ ടാറിങ് പൂർണ്ണമായി കഴിഞ്ഞിട്ടുമുണ്ട്. രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിന്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു. ഡ്രൈനേജിന്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു.
എന്നാലും ഇപ്പം മഴക്കാലം അല്ലാത്തതുകൊണ്ട് നല്ല വേഗതയിൽ തന്നെ ഈ ഭാഗത്തുള്ള വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടം വരെ ആദ്യം അപ്രോച്ച് റോഡിന്റെ വർക്ക് നടക്കാനുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് ആദ്യം തന്നെ ഫുള്ള് ടാറിങ് കഴിഞ്ഞാണ്. പക്ഷേ ഈ ഭാഗത്തൊന്നും ലൈൻ മാർക്കിംഗ് കഴിഞ്ഞിട്ടില്ല. ഇനി ഈ ഭാഗത്തൊക്കെ സ്ട്രീറ്റ് ലൈറ്റിന്റെ വർക്ക് വരാനുള്ളതാണ്. ചില ഭാഗങ്ങളിലൊക്കെ ഇപ്പോൾ സ്ട്രീറ്റ് ലൈറ്റിന്റെ വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് തൃശ്ശൂർ ജില്ലാ റീച്ചിൽ. ഇപ്പോൾ ഈ ഭാഗം തന്നെ നിങ്ങൾ നോക്കിയേ, രണ്ട് ഭാഗത്തും ഡിവൈഡറിന്റെ പെയിന്റിങ് കഴിഞ്ഞിരിക്കുന്നു, ക്രാഷ് ബാറിന്റെ പെയിന്റിങ് കഴിഞ്ഞിരിക്കുന്നു, അതുപോലെ തന്നെ ലൈൻ മാർക്കിംഗ് കഴിഞ്ഞിരിക്കുന്നു. അവിടെ സ്ട്രീറ്റ് ലൈറ്റിന്റെ പണികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതിനു മുൻപ് പല സ്ഥലത്തും ഇതുപോലെ സ്ട്രീറ്റ് ലൈറ്റിന്റെ വർക്കുകൾ നടന്ന സമയത്ത് ജനങ്ങൾക്ക് എല്ലാവർക്കും സംശയമായിരുന്നു, എന്തുകൊണ്ടാണ് ഒരു ഭാഗത്തേക്ക് മാത്രമുള്ള ലൈറ്റ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയല്ല, രണ്ട് ഭാഗത്തേക്കും ലൈറ്റ് ഉണ്ട്. നമ്മുടെ കോഴിക്കോട് ജില്ലയിലും അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ കണ്ടമാതിരി തന്നെ സർവീസ് റോഡിലേക്കും ലൈറ്റ് വരും, അതുപോലെ തന്നെ ആറുവരിപ്പാതിന്റെ മുകളിലേക്കും ലൈറ്റ് വരുന്നതാണ്. ഇനി അടുത്ത അണ്ടർപാസ് വന്നിരിക്കുന്നത് ഏങ്കണ്ടിയൂർ ചന്തപ്പടി എന്ന സ്ഥലത്താണ്. അണ്ടർപാസിന്റെ പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. സർവീസ് റോഡിന്റെ പണി കംപ്ലീറ്റ് ആണ്. രണ്ട് ഭാഗത്തും വാഹനങ്ങൾ ഓടി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ അണ്ടർപാസിന്റെ അപ്രോച്ച് റോഡിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അണ്ടർപാസിന്റെ മുകൾ ഭാഗത്തിന്റെ വർക്ക് നടക്കുന്നുണ്ട്. രണ്ട് ഭാഗത്തുള്ള ക്രാഷ് ബാറിന് വേണ്ടിയിട്ടുള്ള സ്റ്റീൽ ബൈൻഡിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ നോക്കുമ്പോൾ സർവീസ് റോഡ് ചെറുതായിട്ടൊരു വീതി കുറവുള്ള മാതിരിയുണ്ട്. പക്ഷെ പല സ്ഥലത്തും തൃശ്ശൂർ റീച്ചിൽ നല്ല വീതി ഉണ്ട് കേട്ടോ. ശരിക്കും 2 വരി പാത ആക്കാനുള്ള അത്രയും വീതി തന്നെ പല സ്ഥലത്തും തൃശ്ശൂർ ജില്ലയിലെ സർവീസ് റോഡുകൾക്കുണ്ട്. ഇപ്പോൾ ദേശീയപാത 66 നിർമ്മാണത്തിൽ നമ്മൾ തൃശ്ശൂർ ജില്ലാ റീച്ചും അതുപോലെ തന്നെ മലപ്പുറം ജില്ലാ റീച്ചും നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് നല്ല വ്യത്യാസമുണ്ട്. കാരണം മലപ്പുറം ജില്ലയിലെ ഏകദേശം 75% വലിയ വലിയ ടൗണുകളുടെ ഇടയിൽ കൂടിയാണ് ആറുവരിപ്പാത കടന്നുപോയി. അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ അവിടെ വളരെയധികം ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിൽ അങ്ങനെയല്ല. തൃശ്ശൂർ ജില്ലയിലെ ഇവിടെ ഓൾറെഡി കുറച്ച് വീതിയുള്ള സ്ഥലങ്ങളെന്നായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പല ചെറിയ ടൗണുകൾ മാത്രമേ ഉള്ളൂ. വലിയ ടൗണുകളൊക്കെ പൂർണ്ണമായിട്ട് ബൈപ്പാസുകൾ നിർമ്മിച്ചിട്ടാണ് ആറുവരിപ്പാത തൃശ്ശൂർ ജില്ലയിൽ കൂടെ കടന്നു പോകുന്നത്. ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ ദേശീയപാത 66 വികസനത്തിൽ ഏറ്റവും കൂടുതൽ ബൈപ്പാസുകൾ വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലാ റീച്ചിലാണ്. അപ്പോൾ ഇത് എതായി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഈ എതായി എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ വളരെയധികം മാറ്റം സംഭവിച്ചു. ഞാനൊക്കെ ആദ്യഘട്ടങ്ങളിൽ ഈ ഭാഗത്ത് വരുന്ന സമയത്ത് നല്ല തിരക്കുള്ളൊരു ടൗൺ തന്നെയായിരുന്നു. ചെറിയ അങ്ങാടിയാണെങ്കിലും അത്യാവശ്യം നല്ല തിരക്കുള്ള സ്ഥലം തന്നെയായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറിയിട്ട് ആറുവരിപ്പാതയുടെ വികസനം വന്ന സമയത്ത് രണ്ടും 2 ഭാഗമായി മാറിയിട്ടുണ്ട്. ഇനി അടുത്ത് അഞ്ചാങ്കല്ല് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഈ അഞ്ചാങ്കല്ല് ഭാഗത്താണ് തൃശ്ശൂർ റീച്ചിൽ ആദ്യമായിട്ട് ഗേർഡറുകൾ ലോഞ്ച് ചെയ്തത്. എന്നാലും അഞ്ചാങ്കൽ അണ്ടർപാസിന്റെ 2 ഭാഗത്തുമുള്ള അപ്രോച്ച് റോഡിന്റെ വർക്ക് നടന്നിട്ടുണ്ട്. ഇനി നടക്കുന്ന വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അപ്രോച്ച് റോഡും അതുപോലെ തന്നെ അണ്ടർപാസും തമ്മിൽ ജോയിന്റ് ചെയ്യുന്ന സ്ഥലത്ത് ചെറുതായിട്ട് ഒരു കോൺക്രീറ്റിന്റെ വർക്ക് നടക്കാനുണ്ട്. അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ക്രാഷ് ബാറിന് വേണ്ടിയുള്ള സ്റ്റീൽ ബൈൻഡിങ്ങും ഡിവൈഡറിന് വേണ്ടി സ്റ്റീൽ ബൈൻഡിങ്ങും നടന്നിരുന്നത്. ഇത് ഷട്ടറിങ് ചെയ്യാനുണ്ട്. പിന്നെ അണ്ടർപാസ് ഇങ്ങനെ ഓപ്പണായി കൊടുക്കുന്നില്ല. അതൊക്കെ ലോ ടെസ്റ്റും കഴിഞ്ഞിട്ട് മാത്രമേ വാഹനം ഓടാൻ തുറന്നു കൊടുക്കുകയുള്ളൂ കേട്ടോ. അപ്പം അഞ്ചാങ്കൽ അണ്ടർപാസ് കഴിഞ്ഞോട് കൂടിയിട്ട് നമ്മൾ ഈ റീച്ചിന്റെ വീഡിയോ അവസാനിക്കുകയാണ്. അടുത്ത റീച്ചിലാണ് തൃശ്ശൂർ ജില്ലയിലെ ടോൾ പ്ലാസ വന്നിരിക്കുന്നത്, നാട്ടിക ഭാഗത്ത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് എഴുതാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ.